ഹായ്, നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് MLT പോർഷൻ ആയിട്ടുള്ള ഹിമറ്റോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പം ഹിമറ്റോളജി ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഹീമോ എന്നുള്ള ആ വേർഡൊക്കെ വരുന്നത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ മെയിൻ ആയിട്ടും ഹിമറ്റോളജി എന്ന് പറയുന്നത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ്, ട്രീറ്റ്മെന്റ് അതിനൊക്കെയും പറ്റിയിട്ടുള്ള ഒരു മെഡിസിന്റെ ബ്രാഞ്ചിനെയാണ് ഹിമറ്റോളജി എന്ന് പറയുന്നത്. ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഇൻവോൾവിംഗ് സ്റ്റഡി ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ഹീമറ്റോളജി. ഇനി ഇപ്പൊ ഈ ഒരു ബ്രാഞ്ചിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഹീമോഗ്ലോബിൻ. അപ്പൊ പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ഇപ്പൊ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട് നമുക്കറിയാം. ഇപ്പൊ ഹ്യൂമൻസിന്റെ കേസ് എടുക്കുമ്പോൾ ഹ്യൂമൻസിന്റെ ബ്ലഡിൽ ഉള്ള കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഏറ്റവും ഫസ്റ്റ് പ്ലാസ്മ, അത് കഴിഞ്ഞിട്ട് ഇപ്പോ ബ്ലഡിൽ തന്നെയുള്ളതാണ് പ്ലാസ്മ. ഇനി അതിൽ ബ്ലഡിൽ തന്നെയുള്ളതാണ് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ. അപ്പം ഈ ഒരു പ്ലാസ്മ ഇപ്പം ബ്ലഡിലുണ്ട്. അതായിരിക്കും കുറച്ചും കൂടി കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. കൂടുതലായിട്ട് ബ്ലഡിൽ കാണുന്ന ഒരു കമ്പണന്റ് ആണ് പ്ലാസ്മ. അത് കഴിഞ്ഞിട്ട് റെഡ് ബ്ലഡ് സെൽസ് കാണുന്നുണ്ട്. ഈ റെഡ് ബ്ലഡ് സെൽസിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. അതായത് ഈ ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് റെഡ് ബ്ലഡ് സെൽസിനെ ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ബോഡിയിലൂടെ ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റുന്നത്. ഇനി വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ബോഡിയിലോട്ട് ഒരുപാട് ഫോറിൻ സബ്സ്റ്റാൻസസ് കയറി വരാൻ അല്ലെങ്കിൽ ഫോറിൻ ബോഡീസിന്റെ അറ്റാക്ക് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഫോറിൻ ബോഡീസിന്റെ അറ്റാക്കിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ ലിംഫോസൈറ്റ്സ്, അതായത് ഈ വൈറ്റ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസിൽ തന്നെ പിന്നെയും 5 കമ്പണൻസ് വേറെ ഉണ്ട്. അപ്പൊ അതിലൊന്നാണ് ലിംഫോസൈറ്റ്സ്. അപ്പൊ ഈ ലിംഫോസൈറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത് ഈ ലിംഫോസൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ വേറൊന്നാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഈ പ്ലേറ്റ്ലെറ്റ്സ് ചെയ്യുന്നത് ഇവര് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നവരാണ്. അപ്പം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഹീമോഗ്ലോബിൻ എന്നുള്ളത്. റെഡ് ബ്ലഡ് സെൽസിൽ കാണുന്ന, അതിനുള്ളിൽ കാണുന്ന ഒരു പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. അത് ബോഡിയിൽ ഫുൾ ആയിട്ടും ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ഈ ഒരു ഹീമോഗ്ലോബിൻ തന്നെയാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഹീമോസൈറ്റോമെട്രി കൗണ്ടിങ് ചാമ്പർ അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് നിയോബോ. ഇനി ഇപ്പം അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നതൊക്കെയും എങ്ങനെ നമുക്ക് റെഡ് ബ്ലഡ് സെൽസിനെ കൗണ്ട് ചെയ്യാം, അതായത് എത്ര റെഡ് ബ്ലഡ് സെൽസ് നമ്മുടെ ശരീരത്തിലുണ്ട്, അല്ലെങ്കിൽ എത്ര വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മുടെ ശരീരത്തിലുണ്ട്, എത്ര പ്ലേറ്റ്ലെറ്റ്സ് നമ്മുടെ ശരീരത്തിലുണ്ട്, അതെല്ലാം കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എന്തിനാണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം? നമ്മളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഈ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ് ഇവരുടെയൊക്കെയും കൂടി ഇപ്പൊ ഇവരുടെയൊക്കെ അളവില് കൂടുതലായിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇവരുടെ നോർമൽ റേഞ്ചിൽ നിന്ന് കുറവായിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ എത്ര റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് ടെസ്റ്റുകളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പം ഹീമോസൈറ്റോമെട്രി കൗണ്ടിങ് ചാമ്പർ എന്ന് പറയുന്നത് അതിലെ ഒന്നാണ്. അതായത് ഈ ഹീമോസൈറ്റോമെട്രി കൗണ്ടിങ് ചാമ്പറിൽ അതിന് ഇംപ്രൂവൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ന്യൂബോർ കൗണ്ടിങ് ചാമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഹീമോസൈറ്റോമീറ്റർ എന്ന് പറയുന്നത് ഇപ്പം അത് യൂഷ്വലി ഇപ്പം ഹീമോസൈറ്റോമീറ്ററിൽ HEM എന്നും അതുപോലെ HAEM എന്നും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരേ സംഭവം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ തന്നെ നമുക്ക് സെൽ കൗണ്ടിങ് ചാമ്പർ എന്നും പറയാം. അതായത് ഇത് യൂസ് ചെയ്യുന്നത് സെൽ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഏത് സെൽസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എസ്പെഷ്യലി ബ്ലഡ് സെൽസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ബ്ലഡ് സെൽസിനെ കൗണ്ട് ചെയ്യുക, ക്വാണ്ടിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഹീമോസൈറ്റോമെട്രി കൗണ്ടിങ് ചാമ്പറിന്റെ യൂസസ്, അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ന്യൂബോ കൗണ്ടിങ് ചാമ്പറിന്റെ യൂസസ്. എങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലഡ് സെൽസിനെ കൗണ്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതാണ് ഒരു ന്യൂബോർ കൗണ്ടിങ് ചാമ്പർ എന്ന് പറയുന്നത്. അപ്പം ഇതില് ഇപ്പം ജസ്റ്റ് ഡ്രോ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇപ്പം ഈ ഒരു ഭാഗം നോക്കാം.
ഈ ഒരു ഭാഗത്തിനെ കുറച്ചും കൂടി വലുതാക്കി കാണിച്ചിട്ടുള്ളതാണ് ഇത്. അപ്പം ഇതിൽ എന്തുണ്ട്, ഒരുപാട് ഗ്രിഡുകൾ ഉണ്ട്. അതായത് ഇപ്പൊ ഇത് ഒരെണ്ണത്തിനെ പറയുന്നതാണ് എന്ത്, ഒരു ഗ്രിഡ് എന്ന്. അപ്പൊ ഒരുപാട് ഗ്രിഡുകൾ കൂടിയിട്ടുള്ളതാണ് ഇതിന്റെ സെന്റർ പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഈ സെന്റർ പാർട്ടില് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നമ്മള് റെഡ് ബ്ലഡ് സെൽസ് ആണ് കൗണ്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും ഈ ഒരു ഭാഗത്തെ ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക, റെഡ് ബ്ലഡ് സെൽസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം റെഡ് ബ്ലഡ് സെൽസിനെ കൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഏറ്റവും ഫസ്റ്റ് ഈ ഗ്രിഡിലുള്ളത്, ഈ ഗ്രിഡിലുള്ളത്, അതുപോലെ ഇതിലുള്ളത്, അങ്ങനെ ഓരോ ഗ്രിഡിലുള്ളതൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, കൗണ്ട് ചെയ്യുന്നു. അപ്പൊ ഓരോ ഗ്രിഡിൽ എന്തുണ്ട്, ഒരുപാട് മിനി ഗ്രിഡ്സ് ഉണ്ട്. അപ്പൊ അതിലെല്ലാത്തിലും വരുന്ന റെഡ് ബ്ലഡ് സെൽസ് എത്ര ഉണ്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നു. ഇത് റെഡ് ബ്ലഡ് സെൽസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, വൈറ്റ് ബ്ലഡ് സെൽസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ചെയ്യുന്നത്, ഇപ്പം ഈ ഒരു പോർഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, റെഡ് ബ്ലഡ് സെൽസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെന്റർ പാർട്ടാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോർണേഴ്സിലുള്ള ഈ ഗ്രിഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം റെഡ് ബ്ലഡ് സെൽസ് എത്ര എണ്ണം ഉണ്ട്, ഓരോ ഗ്രിഡിൽ എത്ര എണ്ണം ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൗണ്ട് ചെയ്ത് വെക്കുന്നു. കൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു ഇക്വേഷനിലാണ് ദെൻ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ബോഡിയിൽ എത്ര വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ WBCs ഇതേ പ്രൊസീജിയറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം വൈറ്റ് ബ്ലഡ് സെൽസ് ആ ഒരു ഗ്രിഡിൽ എത്ര വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടെന്ന് എണ്ണുന്നു, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ബോഡിയിൽ എത്ര വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട് എന്നുള്ളത് കിട്ടും. എല്ലാത്തിനും സെയിം ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഓരോരോ ഭാഗങ്ങളിൽ വെച്ചിട്ടാണ്. സെന്ററിൽ റെഡ് ബ്ലഡ് സെൽസും കോർണേഴ്സിലായിട്ട് വൈറ്റ് ബ്ലഡ് സെൽസും ആണ് എണ്ണുന്നത്. ഇനി ഇപ്പം ഈ ഗ്രിഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു പിക്ചർ നോക്കുക. അപ്പം ഇവിടെ നമ്മൾ എവിടെയാണ് ബ്ലഡ് നമ്മൾ ഒഴിക്കുന്നത്, അതായത് ഇപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കവർ സ്ലിപ്പ്. അപ്പം ഇതിന്റെ നടുക്കുള്ള ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം ബ്ലഡ് ഇപ്പൊ ഒഴിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കവർ സ്ലിപ്പ് ഇടാൻ. അപ്പൊ ബ്ലഡ് ഒഴിക്കേണ്ട ഭാഗമാണ് ഇത്. ഓക്കെ, ബ്ലഡ് ഒഴിക്കേണ്ട ഭാഗമാണ് ഈ രണ്ട് ഭാഗങ്ങൾ. അപ്പം ബ്ലഡ് ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്ലംസിയാണ്. അപ്പൊ അതിൽ ഒരുപാട് റെഡ് ബ്ലഡ് സെൽസ് ഒരു തുള്ളി ബ്ലഡിൽ തന്നെ ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പ്രോപ്പർലി കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് എടുത്തതിന് ശേഷം അതിലോട്ട് ഡൈല്യൂട്ടിങ് ഫാക്ടേഴ്സ് ഒഴിക്കും. അതായത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡൈല്യൂട്ടിങ് ഫാക്ടേഴ്സ് ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെന്റർ പാർട്ടിലോട്ട് ബ്ലഡ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടാണ് ഈ ഗ്രിഡ്സിൽ നിന്നും അതിന് മേലെ കവർ സ്ലിപ്പ് ഇടുന്നു, എന്നിട്ട് ഈ ഗ്രിഡ്സിൽ നിന്നും നമ്മൾ അത് എണ്ണിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതാണ് ന്യൂബോർ കൗണ്ടിങ് ചാമ്പർ. ഇത് കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് കൗണ്ടിങ് ചാമ്പർ ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഇപ്പം നമ്മുടെ ബോഡിയിൽ എത്ര RBCs ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ എത്ര RBCs ഉണ്ട്. RBC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ആണ്. അതുപോലെ തന്നെ എത്ര വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, എത്ര പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇനി ഈ വൈറ്റ് ബ്ലഡ് സെൽസിൽ തന്നെ വരുന്നതാണ് ഇസിനോഫിൽസ് ഒക്കെ. അപ്പൊ എങ്ങനെ അതിനെ കൗണ്ട് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എങ്ങനെ ആദ്യം RBC കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ RBC കൗണ്ട് ചെയ്യുമ്പോൾ ഇപ്പം നമുക്കറിയാം, ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും RBC മാത്രമല്ല കൗണ്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് പറയാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെയും. അപ്പൊ RBC മെയിൻ ആയിട്ടും FBC കൗണ്ടിങ്ങിന്റെ സമയത്ത് അതിൽ തന്നെ വരുന്ന ഒന്നാണ് RBC കൗണ്ട്. FBC എന്ന് ഉദ്ദേശിക്കുന്നത് ഫുൾ ബ്ലഡ് സെൽ കൗണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ എത്ര ബ്ലഡ് സെൽസ് ഉണ്ട്, അപ്പൊ അതിന്റെ കൗണ്ടിങ് ആണ് എന്ത്, FBC. അതിൽ തന്നെ വരുന്ന ഒരു പോർഷൻ ആണ് RBC കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് RBC കൗണ്ടിങ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ മെയിൻ ആയിട്ടും വിമൻസ് യൂഷ്വലി ഹാവ് എ ലോവർ RBC കൗണ്ട് ദാൻ മെൻ. അപ്പൊ എപ്പോഴും മെൻസിനാണ് എന്ത്, കൂടുതൽ RBCs ഉണ്ടാകുക. നമുക്ക് യൂഷ്വലി കുറവായിരിക്കും വിമൻസിന്. ഇനി the level of red blood cells tend to decrease with age. ഇനി മെൻ ആയാലും വിമൻ ആയാലും എന്താണ്, നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ച്
നമ്മുടെ ബോഡിയിലുള്ള റെഡ് ബ്ലഡ് സെൽസിൽ കുറവ് വരും. ഓക്കെ. ദെൻ RBC കൗണ്ടിങ് ചെയ്ത് കഴിയുമ്പോൾ യൂഷ്വലി വരേണ്ട ഒരു നോർമൽ റേഞ്ച് ഉണ്ട്. ഇപ്പൊ ഏത് ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്കറിയാം, ഓൾറെഡി ടെസ്റ്റുകൾ ചെയ്തിട്ടുള്ളവർക്ക് ഇപ്പൊ ലാബ് ടെസ്റ്റിന്റെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാകും? അതിൽ തന്നെ അവര് നോർമൽ റേഞ്ച് കൊടുത്തിട്ടുണ്ടാകും. നമുക്ക് യൂഷ്വലി ഉള്ള ഇപ്പൊ അവർക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു പേഷ്യൻസ് വാല്യൂം കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ എന്തൊക്കെ അവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, അപ്പം ആ ടെസ്റ്റുകളുടെ പേര്, പേഷ്യൻസ് വാല്യൂ എത്രയാണ്, നോർമൽ റേഞ്ച് എത്രയാണ്, ഇത്രയും കൂടിയിട്ടാണ് ഒരു ലാബിന്റെ റിപ്പോർട്ട് അവര് തരുന്നത്. ഓക്കെ. അപ്പം അതിൽ കൊടുക്കേണ്ടതായിട്ടുള്ള നോർമൽ വാല്യൂ ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പൊ വിമൻസ് ആണെങ്കിലും മെൻസ് ആണെങ്കിലും നമുക്ക് വേണ്ടുന്ന ഒരു നോർമൽ വാല്യൂ ഉണ്ട്. അപ്പൊ അത് എത്രയാണെന്ന് നോക്കാം. ഫോർ അഡൽട്സ് ദ യൂഷ്വൽ റേഞ്ച് ഈസ് ജനറലി 4 to 35 to 5 to 5.65 million red blood cells per microliter. അപ്പം അഡൽട്സ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം മെന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 4.35 to 5.65 million റെഡ് ബ്ലഡ് സെൽസ് പെർ മൈക്രോലിറ്റർ. അത്രയാണ് മെൻസില് എന്ത് വേണ്ടത്? RBC വേണ്ടത്. ഇനി വിമൻസിലെ കേസ് നോക്കാം. ഇപ്പൊ വിമൻ ആകുമ്പോൾ എത്ര വേണ്ടി വരും? 3.92 to 5.13 million റെഡ് ബ്ലഡ് സെൽസ് പെർ മൈക്രോലിറ്റർ ഓഫ് ബ്ലഡ് ഫോർ വിമൻ. അപ്പം വിമൻസിന് ഇത്രയും ആണ് എന്ത് വരുന്നത്? നോർമൽ റേഞ്ച് വരുന്നത്. അപ്പം മെൻസിന്റെ കേസിൽ 4.35 to 5.65 അത്രയും വേണം. അതുപോലെ വിമൻസിന്റെ കേസിൽ 3.92 to 5.13 വരെയും റെഡ് ബ്ലഡ് സെൽ കൗണ്ട് ഉണ്ടായിരിക്കണം. ഇത്രയാണ് RBC കൗണ്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി RBC കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞു റെഡ് ബ്ലഡ് സെൽസ് ആയാലും ഇപ്പൊ ബ്ലഡ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് അത് റെഡ് ബ്ലഡ് സെൽസിന്റെ കൗണ്ടിങ് ആയാലും വൈറ്റ് ബ്ലഡ് സെൽസിന്റെ കൗണ്ടിങ് ആയാലും പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ടിങ് ആയാലും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡൈലൂട്ടിങ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഡൈലൂട്ടിങ് ഫാക്ടർ യൂസ് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡൈലൂട്ടിങ് ഫ്ലൂയിഡ് ആയിട്ട് ഈ RBC കൗണ്ടിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ഹയേമിസ് ആണ്. ഓക്കെ, ഹയേമിസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഡൈലൂട്ടിങ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റെഡ് ബ്ലഡ് സെൽസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് സ്പെസിമെനിൽ യൂസ് ചെയ്യുന്ന ഡൈലൂട്ടിങ് ഫ്ലൂയിഡ് ആണ് എന്ത്? ഹയേമിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ടെസ്റ്റ് RBC കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അപ്പം RBC കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് മെയിൻ ആയിട്ടും ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞു FBC ഫുൾ ബ്ലഡ് ടെസ്റ്റ്, ആ ഒരു ടെസ്റ്റിന് കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു പേര് പറയുന്നതാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അതായത് CBC. അപ്പം ഈ ഒരു ടെസ്റ്റുകളുടെ അണ്ടറിലാണ് ഈ RBC ടെസ്റ്റ് വരുന്നത്. അപ്പം ആ ഒരു ടെസ്റ്റിന് അണ്ടറായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ദ ടെസ്റ്റ് ക്യാൻ ഹെൽപ്പ് ഡയഗ്നോസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അനീമിയ, ലോവർ നമ്പർ ഓഫ് RBCs ആൻഡ് അതർ കണ്ടീഷൻ അഫക്റ്റിംഗ് റെഡ് ബ്ലഡ് സെൽസ്. അപ്പൊ റെഡ് ബ്ലഡ് സെൽസിനെ എഫക്ട് ചെയ്യുന്ന വേറെ ഡിസീസ് കണ്ടീഷൻസ്, അതുപോലെ തന്നെ അനീമിയ ഉണ്ടെങ്കിൽ, അതായത് അനീമിയ എന്ന് പറയുന്നത് ലോവർ നമ്പർ ഓഫ് RBC ആണ്. അപ്പൊ അതൊക്കെ ഉള്ള സമയത്ത് അതിനൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RBC കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു ഇതിൽ പഠിക്കേണ്ടത് RBC കൗണ്ട് എങ്ങനെ ചെയ്യാം, അതിൽ യൂസ് ചെയ്യുന്ന ഡൈലൂട്ടിങ് ഫ്ലൂയിഡ്സ് എന്തൊക്കെയാണ്, അതിന്റെ നോർമൽ വാല്യൂ എത്രയാണ്, മെൻ ആയാലും വിമൻ ആയാലും എത്രയാണ് നോർമൽ റേഞ്ച് വരുന്നത്, അതുപോലെ തന്നെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, അതായത് അനീമിയ ഉണ്ടോ അത് ഡയഗ്നോസ് ചെയ്യാനാണോ, അങ്ങനെയുള്ള രീതിക്കാണ് ഈ ഒരു ഭാഗത്ത് വരുന്നതെല്ലാം നമ്മൾ പഠിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് WBC കൗണ്ട്. അപ്പൊ WBC കൗണ്ട് ഈ RBC കൗണ്ട് പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്ലഡിനെ ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി ഡൈലൂട്ടിങ് ഫ്ലൂയിഡ് യൂസ് ചെയ്യണം. അപ്പൊ ഡൈലൂട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ നമ്മൾ ബ്ലഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫുള്ളും റെഡ് ബ്ലഡ് സെൽസ് ആണ് മെയിൻ ആയിട്ടും കാണുള്ളൂ. അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസിനെ തന്നെ എണ്ണിയെടുക്കാനായാലും അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ സംഭവം. അപ്പൊ ഡൈലൂട്ടിങ് ഫ്ലൂയിഡ്സ് ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ എല്ലാ ലാബിലും യൂസ് ചെയ്യുന്ന ഡയലൂട്ടിങ് ഫ്ലൂയിഡ്സ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ തന്നെ അതിന്റെ ഡയലൂട്ടിങ് ഫാക്ടറിനെ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും ഈ ടെസ്റ്റുകളൊക്കെ. ഓക്കെ, ദെൻ WBC കൗണ്ട്. അപ്പൊ ഇതിൽ യൂസ് ചെയ്യുന്ന ഡയലൂട്ടിങ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ വയലറ്റ്
അസറ്റിക് ആസിഡ്, ജെൻഷൻ വയലറ്റ്, അസറ്റിക് ആസിഡ്, ടൊലുഡിൻ ബ്ലൂ, സാപ്പോണിൻ. അപ്പൊ ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു WBC കൗണ്ടില് ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ WBC കൗണ്ടില് വരുന്ന നോർമൽ റേഞ്ച് എത്രയായിരിക്കും? ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടും ഒരു 4000 അതുപോലെ തന്നെ 11,000 അത്രയും മൈക്രോ ലിറ്റർ ആണ്. ആ ഒരു ബിറ്റ്വീൻ അതിന്റെ ആ ഒരു നോർമൽ റേഞ്ചിനിടയ്ക്കാണ് ഒരു ഹെൽത്തി പേഴ്സന്റെ WBC കൗണ്ട് വരേണ്ടത്. ഇനി ദിസ് റേഞ്ച് മേ വാരി ഡ്യൂ ടു ഏജ്, സെക്സ് ആൻഡ് ലാബ്. ഇപ്പം നമുക്കറിയാം ഓരോ ലാബിൽ ചെയ്യുന്ന, ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ സെയിം ബ്ലഡ് അറ്റ് എ ടൈം 2 ലാബിൽ കൊടുത്താൽ മേ ബി 2 റിസൾട്ട് ആയിരിക്കും വരിക, അല്ലെങ്കിൽ 2 റിപ്പോർട്ട് ആയിരിക്കും വരിക. പക്ഷെ അതില് ഒരു ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഈ പറയുന്ന ടെസ്റ്റുകളൊക്കെയും ചില സമയത്ത് ചില ടെസ്റ്റുകളൊക്കെയും മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, മെഷീൻ വാല്യൂ വരുന്നുണ്ട്. അല്ലാത്ത സമയത്ത് നമ്മൾ നോർമൽ നമ്മുടെ വിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഐസ്, നേക്കഡ് ഐസ് വെച്ചിട്ട് തന്നെയാണ് ഇത് എണ്ണിയെടുക്കുന്നത്. ആ സമയത്ത് നമ്മുടെ വിഷൻ, ഓരോരുത്തരുടെയും വിഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നമ്മുടെ കാഴ്ചപരിമിതി വ്യത്യാസം ഉണ്ടായിരിക്കും. അതനുസരിച്ച് ആ റിപ്പോർട്ടിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും വരില്ല, ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ഡയലൂട്ടിംഗ് ഫാക്ടേഴ്സ്, ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്സ് സ്റ്റാൻഡർഡൈസ്ഡ് ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു വ്യത്യാസം ആ രീതി അത് യൂസ് ചെയ്യുന്നത് ഏതാണ് അതനുസരിച്ചും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണ് ലാബിൽ നിന്നുള്ള ടെസ്റ്റുകൾക്ക് വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ ദ pregnant people may have a white blood cell count that differs from these ranges. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരിൽ കുറച്ചും കൂടി വ്യത്യസ്ത രീതിയിലുള്ള വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് ആയിരിക്കും വരുന്നത്. നോർമലി അങ്ങനെ തന്നെയാണ് പ്രഗ്നന്റ് ആയിട്ടുള്ള വിമൻസിൽ. ഇപ്പൊ നമുക്കറിയാം ഫീറ്റസ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ ബോഡി ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡി ഫീറ്റസ്, നമ്മുടെ വോമ്പിൽ വളരുന്ന ഫീറ്റസ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഫോറിൻ ബോഡി ആയിട്ടാണ് കാണുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പം ബ്ലഡ് ആണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്, ഫോറിൻ ബോഡീസിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രഗ്നന്റ് സമയത്ത് ബ്ലഡിനാണ് കുറച്ചും കൂടി കൂടുതൽ പണി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലഡ് സെൽ കൗണ്ടിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും പ്രഗ്നന്റ് ലേഡീസിൽ. ഓക്കെ, അപ്പൊ അതും ഇതിനൊരു ഫാക്ടറാണ്. ദെൻ WBCs ആർ കമ്പോസ്ഡ് ഓഫ് ഗ്രാനുലോസൈറ്റ്സ്. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു WBCസിൽ വരുന്ന ഒരു കമ്പണന്റ് ആണ് ലിംഫോസൈറ്റ്സ്. അതിൽ 5 കമ്പണൻസ് ആണ് ഉള്ളത് WBCസിൽ. ഗ്രാനുലോസൈറ്റ്സ്, നോൺ ഗ്രാനുലോസൈറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ തരംതിരിക്കുന്നത്. അപ്പൊ ഗ്രാനുലോസൈറ്റ്സ് ഏതാന്ന് നോക്കാം. ന്യൂട്രോഫിൽസ്, ഇസിനോഫിൽസ്, ബേസോഫിൽസ് ആണ് എന്ത്, ഗ്രാനുലോസൈറ്റ്സ്. ഇനി നോൺ ഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്. അപ്പൊ നോൺ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നത് ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും ആണ്. ഓക്കെ, ഇതിൽ ലിംഫോസൈറ്റ്സ് ആണ് മെയിൻ ആയിട്ടും ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് ആർ എ മേജർ കമ്പണന്റ് ഓഫ് ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം. Indications for a WBC count include infections and inflammatory diseases, leukemia and lymphoma and bone marrow disorders. അപ്പം ഇത്ര അസുഖങ്ങളെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ WBC കൗണ്ട് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടും എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ദെൻ ഇൻഫ്ലാമേറ്ററി ഡിസീസസ് ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാൻ, ലുക്കീമിയ ബ്ലഡ് ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്യാൻ, ലിംഫോമ അതുപോലെ തന്നെ ബോൺ മാരോ ഡിസോർഡേഴ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് WBC കൗണ്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ഇപ്പൊ ബ്ലഡിൽ എന്തൊക്കെയുണ്ട്, പ്ലാസ്മയുണ്ട്, RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അപ്പൊ അതില് ഇപ്പൊ WBCയും അതുപോലെ തന്നെ RBCയും കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. പ്ലേറ്റ്ലെറ്റ്സ് നമുക്ക് എങ്ങനെ കൗണ്ട് ചെയ്യാം? ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ് ആണ് എന്ത്, 1% അമോണിയം ഓക്സാലൈറ്റ്. ഇപ്പൊ നമ്മുടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ബ്ലഡ് എടുത്ത് അതിന് പ്ലേറ്റ്ലെറ്റ്സ് തരം തിരിച്ചിട്ടൊന്നല്ല നമ്മൾ ഈ ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ് ആഡ് ചെയ്യുന്നത്, നേരിട്ട് ബ്ലഡിലോട്ട് തന്നെയാണ് ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ്സ് ആഡ് ചെയ്യുന്നത്. Then this must be prepared using scrupulously clean glassware and glass distilled water. Then not more than 500 ml should be prepared at a time. അപ്പം ഈ 1% അമോണിയം ഓക്സാലൈറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ലാബിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 500 ml മാത്രമാണ് അറ്റ് എ ടൈം പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 1% അമോണിയം ഓക്സലേറ്റ് ഒരു 500 ml ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും.
അതിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് എടുക്കുന്നത്. ദെൻ ഒരു നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിങ് അതിന്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 1,50,000 to 4,50,000 അത്രയും പ്ലേറ്റ്ലെറ്റ്സ് പെർ മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡ്, അത്രയുമാണ് ഇതിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. ഹാവിംഗ് മോർ ദാൻ 4,50,000 platelets is a condition called thrombocytosis. അപ്പം 4,50,000 മീതെയാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന കണ്ടീഷൻ ത്രോംബോസൈറ്റോസിസ് എന്നാണ്. ഇനി ഇപ്പൊ ലെസ് ദാൻ 1,50,000 പ്ലേറ്റ്ലെറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ത്രോംബോസൈറ്റോപീനിയ. ഓക്കെ, ത്രോംബോസൈറ്റോസിസും അതുപോലെ തന്നെ ത്രോംബോസൈറ്റോപീനിയും. ഓക്കെ, then a platelet count is a test that measures the number of platelets in your blood. നമ്മൾ നോർമലി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, പ്ലേറ്റ്ലെറ്റ്സ് ആർ സെൽസ് ദാറ്റ് ഹെൽപ്പ് യുവർ ബ്ലഡ് ക്ലോട്ട്. അപ്പൊ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, ബ്ലഡ് ഇപ്പൊ എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ട പിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റ്ലെറ്റ്സ് സഹായിക്കുന്നത്. ഓക്കെ, too few platelets can be a sign of cancer, infections or other health problems. Too many platelets put you at risk for blood clots or stroke. So നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് കൂടിയ അവസ്ഥയാണ് ത്രോംബോസൈറ്റോസിസ്, കുറഞ്ഞ അവസ്ഥയാണ് ത്രോംബോസൈറ്റോപീനിയ. അപ്പം ഇതില് പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ക്യാൻസർ, ഇൻഫെക്ഷൻസ്, അതുപോലെയുള്ള ഹെൽത്ത് പ്രോബ്ലംസ്. ഇനി പ്ലേറ്റ്ലെറ്റ്സ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നതാണ് ബ്ലഡ് ക്ലോട്ട്സ് അല്ലെങ്കിൽ സ്ട്രോക്ക്. നമ്മൾ മെയിൻ ആയിട്ടും കണ്ടുവരുന്ന ഒരു അസുഖമായിട്ട് പറയുന്നതാണ് സ്ട്രോക്കും ക്യാൻസറും. അതിന് മെയിൻ ആയിട്ട് നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ എണ്ണാണ് ശരിക്കും നമ്മൾ ഹെൽത്ത് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിങ് ആണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത്. ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ടിങ് ചെയ്തിട്ടാണ്. ദെൻ നമ്മൾ പറഞ്ഞു, ഇപ്പൊ വൈറ്റ് ബ്ലഡ് സെൽസ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് ന്യൂട്രോഫില്, ബേസോഫില്, ഇസിനോഫില്, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. അപ്പൊ 3 ഗ്രാനുലോസൈറ്റിൽ പെടുന്ന ഒന്നാണ് ഇസിനോഫില്. അപ്പൊ ഇസിനോഫിലിനെ കൗണ്ട് ചെയ്യുന്നതും ഒരു ടെസ്റ്റ് ആയിട്ട് വരുന്നതാണ്, അതായത് അബ്സല്യൂട്ട് ഇസിനോഫിൽ കൗണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ an absolute eosinophil count is a blood test that measures the number of one type of white blood cells called eosinophils. ഇപ്പൊ ഒരു ടൈപ്പ് വൈറ്റ് ബ്ലഡ് സെൽ, അതായത് ഇസിനോഫിൽസിനെ മാത്രം കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അബ്സല്യൂട്ട് ഇസിനോഫിൽ കൗണ്ടിങ്. Eosinophils become active when you have certain allergic diseases, infections and other medical conditions. അതായത് ഇപ്പൊ നമുക്ക് അലർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസോർഡേഴ്സ്, ഡിസീസസ് ഉണ്ടെങ്കിൽ അവിടെ ആക്റ്റീവ് ആയി നിൽക്കുന്ന ഒരു ഗ്രാനുലോസൈറ്റ് അല്ലെങ്കിൽ ഒരു WBC കമ്പണന്റ് ആണ് ഇസിനോഫിൽസ് എന്ന് പറയുന്നത്. അതായത് അലർജി വരുന്ന സമയത്ത്, ഇൻഫെക്ഷൻസ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക ഇസിനോഫിൽസ് ആണ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുക ഈ ഇസിനോഫിൽസ് ആണ്. ഇസിനോഫിൽസിന്റെ കൗണ്ടിങ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അലർജി കണ്ടീഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. Then what is a normal eosinophils count? A normal eosinophil count is between 30 and 350 cells per microliter of blood. So 330 to 350 ആണ് ആ ഒരു എന്ത് വരേണ്ടത്, eosinophil count വരേണ്ടത്, normal range. A count is higher than normal with results of more than 500 cells per microliter of blood and low if it is less than 30 cells per microliter of blood. അപ്പൊ ഒരു 500 സെൽസിനേക്കാളും മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സംതിങ് അവിടെ എന്തൊക്കെയോ ഡിസീസസ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു 30 സെൽസിന് താഴെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അവിടെയും എന്തൊക്കെയോ ഹെൽത്ത് കണ്ടീഷൻസിൽ ഉള്ള പ്രോബ്ലംസ് കാരണമാണ് അങ്ങനെ വന്നിട്ടുണ്ടാകുക. അപ്പൊ അങ്ങനെയാണ് ആ നോർമൽ റേഞ്ച് നോക്കുന്നത്. Then the exact composition of eosinophil diluting fluid may vary depending on the specific manufacturer or laboratory protocol. But typically, it contains a mixture of acetic acid, water, used by a red dye that stains eosinophil a distinctive pink color. അപ്പൊ മെയിൻ ആയിട്ടും ഒരു ലാബ് അനുസരിച്ച് ഇതിൽ യൂസ് ചെയ്യുന്ന ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്സ് വ്യത്യാസങ്ങളുണ്ട്.
അപ്പൊ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മിക്സ്ചർ എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ്, വാട്ടർ, യോസിൻ വൈ, റെഡ് ഡൈ, അതൊക്കെയും ഉള്ള ഒരു മിക്സ്ചർ ആണ് മെയിൻ ആയിട്ട് ഇസിനോഫിൽ കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത്രയാണ് RBC കൗണ്ട്, WBC കൗണ്ട്, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ദെൻ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞതില് എന്താണ് നമ്മൾ കൗണ്ടിങ് ചെയ്യുന്നത് അത് ആ പേരിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായിരിക്കും റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. എ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് മെഷേഴ്സ് ദ നമ്പർ ഓഫ് ഇമ്മച്വർ റെഡ് ബ്ലഡ് സെൽസ് ഇൻ യുവർ ബോൺ മാരോ. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് മെഷർ റെറ്റിക്കുലോസൈറ്റ്സ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് യുവർ ബോൺ മാരോ ഇസ് പ്രൊഡ്യൂസിങ് ഇനഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്. അതായത് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ബോൺ മാരോയിലാണ് ഇമ്മച്ചുർ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടായിരിക്കാം. അപ്പൊ ഈ ബോൺ മാരോയില് എത്ര ഇമ്മച്ചുർ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, അതായത് റെഡ് ബ്ലഡ് സെൽസ് ആവശ്യമുള്ളതനുസരിച്ച് മെച്ചുർ ആകാണ് ചെയ്യുന്നത്, എത്ര റെഡ് ബ്ലഡ് സെൽസ് ഇമ്മച്ചുർ ആയിട്ട് ഉണ്ട് അത് അറിയാൻ വേണ്ടിയിട്ടാണ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, the test is done to determine if red blood cells are being created in the bone marrow at an appropriate rate. The number of reticulocytes in the blood is a sign of how quickly they are being produced and released by the bone marrow. അതായത് ഈ ഒരു ടെസ്റ്റില് എന്തിനാണ് ഈ ഇമ്മച്ചുർ റെഡ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് എടുക്കുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഉള്ള റെഡ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത്, മെച്ചുർ ആയിട്ടുള്ളത്. എന്തിനായിരിക്കും ഇമ്മച്ചുർ റെഡ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് എടുക്കുന്നത്? അതായത് ഇപ്പം റെഡ് ബ്ലഡ് സെൽസ് ആവശ്യത്തിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ, അതിന്റെ ഡിഫറൻസിയേഷൻ ഒക്കെ നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിനെ പറ്റിയിട്ട് ഇത്രയാണുള്ളൂ. ജസ്റ്റ് ബോൺ മാരോയില് ഇമ്മച്ചുർ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് മച്ചുർ റെഡ് ബ്ലഡ് സെൽസ് ആകുന്നത് ഈ ഒരു ഇമ്മച്ചുർ റെഡ് ബ്ലഡ് സെൽസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ബോൺ മാരോയിൽ നിന്ന് ഉണ്ടാകുന്ന ബ്ലഡ് സെൽസ് നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഉണ്ട് എന്നറിയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് അപ്രോപ്രിയേറ്റ് റേറ്റിൽ തന്നെയാണോ അവിടെ എന്ത് ചെയ്യുന്നത് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഇമ്മച്ചുർ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ഉള്ളത്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷനിലോട്ട് പോവാണ്. നമ്മൾ പറഞ്ഞു RBC റെഡ് ബ്ലഡ് സെൽസിൽ ഉള്ള ഒരു ആളാണ് എന്ത് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ആണ് റെഡ് ബ്ലഡ് സെൽസിന് റെഡ് കളർ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഓക്സിജനെ ക്യാരി ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഹീമോഗ്ലോബിൻ ചെയ്യുന്നുണ്ട്. അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒന്നാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പൊ ദ നോർമൽ റേഞ്ച് ഫോർ ഹീമോഗ്ലോബിൻ ലെവൽസ് ഈസ് 12 grams per deciliter to 17.4 grams per deciliter of blood for adults. അപ്പൊ 12 to 17.4 ആണ് നോർമൽ റേഞ്ച് വരുന്നത്. However, levels may vary depending on your age, race, and sex. Factors related to your lifestyles and environment can also cause you to have abnormal levels, including altitude. Okay, അപ്പം നല്ല ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്ന, അതായത് ഇപ്പം മെയിൻ ആയിട്ടും ഹിൽസിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആവുമ്പോൾ അവർക്ക് ഹീമോഗ്ലോബിൻ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോ കൊടൈക്കനാല് മൂന്നാറൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഹീമോഗ്ലോബിന്റെ ലെവലിൽ വ്യത്യാസം വരും, അത് കൂടും. ഓക്കെ, അപ്പം ഓൾട്ടിറ്റ്യൂഡ് അനുസരിച്ച്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്, എൻവയോൺമെന്റ് അനുസരിച്ച്, സെക്സ്, റേസ്, ഏജ് അനുസരിച്ചൊക്കെയും ഹീമോഗ്ലോബിന്റെ അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്രയാണ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷനെ പറ്റി പറയാനുള്ളൂ. ദെൻ ആ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ട്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് പറയുന്നത്, സയാൻ മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ്. The principle of this method lies in conversion of hemoglobin to cyan meth hemoglobin by the addition of potassium cyanide and ferricyanide, whose absorbance is measured at 540 nanometer in photoelectric calorimeter against a standard solution. അപ്പം
ഇപ്പം കലോറിമീറ്റർ ഒക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കലോറിമീറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ട്, ഫോട്ടോ ഇലക്ട്രിക് കലോറിമീറ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും, നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം വേറൊരു ക്യുവറ്റിൽ എടുക്കുന്നതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സൊല്യൂഷൻ. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ബ്ലഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്നതാണ് പൊട്ടാസ്യം സയനൈഡും ഫെറി സയനൈഡും. ഈ പൊട്ടാസ്യം സയനൈഡ്, ഫെറി സയനൈഡ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ എന്തായിട്ട് മാറും? സയാൻ മെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. അപ്പൊ ആ ഒരു സയൻ മെത്ത് ഹീമോഗ്ലോബിനെ, അതിന്റെ എബ്സോർബൻസിനെ നമുക്ക് 540 നാനോമീറ്റർ ഫോട്ടോ ഇലക്ട്രിക് കലോറിമീറ്റർ യൂസ് ചെയ്തിട്ട്, അതായത് 540 നാനോമീറ്ററിൽ സെറ്റ് ചെയ്ത് ഈ ഫോട്ടോ ഇലക്ട്രിക് കലോറിമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു അബ്സോർബൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ സ്റ്റാൻഡേർഡ് സൊല്യൂഷനും വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഫോട്ടോ ഇലക്ട്രിക് കലോറിമീറ്റർ യൂസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതാണ് ഇതിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആയിട്ട് വരുന്നത്. Then it is a type of calorimetric or spectrophotometric method which has the following advantages over other methods. Measures all forms of hemoglobin except self-hemoglobin, which is normally not present in the blood. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ വേറെയും ഒരുപാട് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻസ് അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത, എല്ലാ ടൈപ്പ് ഹീമോഗ്ലോബിൻസിനും ഇതെന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യുന്നുണ്ട്, എക്സെപ്റ്റ് എന്ത്? സെൽഫ് ഹീമോഗ്ലോബിൻ. ഓക്കെ. ദെൻ സയൻ മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് എന്താണ്? ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ RBCയിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, അതുപോലെ തന്നെ ഡൈലൂട്ടിംഗ് ഫാക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, അതുപോലെ ഈ ഒരു ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തെടുക്കുന്ന സൊല്യൂഷനും കൂടി കളറിമെട്രിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്നും റീഡിങ് കിട്ടും. അപ്പൊ ഇതാണ് അതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, അപ്പൊ ഇത്രയും നമ്മൾ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ദെൻ PCV. എന്താണ് PCV? PCV എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആണ് പാക്ഡ് സെൽ വോളിയം. അതായത് ടെസ്റ്റ് ഈസ് ഡൺ ടു ഡയഗ്നോസ് അനീമിയ ഓർ പോളിസിത്തീമിയ ഇൻ പേഷ്യൻസ്. അനീമിയയും പോളിസിത്തീമിയ ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. It is generally done along with a full blood count test that is conducted to estimate the need for any blood transfusions and monitor the responses to blood transfusion treatment. Blood is a mix of plasma as well as cells. അപ്പം ഈ ഒരു പാക്ഡ് സെൽ വോളിയം PCVയും ഇതുപോലെ തന്നെ നമ്മൾ ഫുൾ ബ്ലഡ് കൗണ്ട്, അതായത് FBC ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനോട് കൂടി വരുന്ന ടെസ്റ്റുകളാണ് ഈ പാക്ഡ് സെൽ വോളിയം അല്ലെങ്കിൽ PCV. അപ്പൊ ഇത് മെയിൻ ആയിട്ടും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് നടത്തുന്ന സമയത്താണ് ചെയ്യുന്നത്. ഇനി ബ്ലഡ് എന്ന് പറയുന്നത് പ്ലാസ്മ അതുപോലെ തന്നെ ബ്ലഡ് സെൽസും ഉള്ള ഒന്നാണ്, അല്ലെങ്കിൽ അത് രണ്ടാണ് അതിന്റെ കമ്പണൻസ് എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമായിരുന്നു. ഇനി PCV മെത്തേഡ് കുറച്ചും കൂടി നല്ല രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വിൻട്രോപ്സ് മെത്തേഡ് എന്നാണ് നമ്മൾ ഇതിന് പേര് പറയാം. Then Winthrop method. Fill the tube to the 10 centimeter mark with a well mixed sample of blood in anticoagulant, ensuring that there are no bubbles. അതായത് ഒരു ട്യൂബിൽ 10 സെന്റിമീറ്റർ മാർക്ക് വരെ നമ്മൾ സാമ്പിൾ ബ്ലഡ് എടുക്കുന്നുണ്ട്, ബബിൾസ് ഒന്നും കയറാതെ, എയർ ബബിൾസ് ഒന്നും കയറാതെ. Then the scale is then read at the top of the packed erythrocytes adjacent to the buffy coat. എന്നിട്ട് നമ്മൾ ആ സ്കെയില് റീഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ സ്കെയില് റീഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എത്ര പാക്ഡ് എറിത്രോസൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പാക്ഡ് സെൽ വോളിയം ആണ് ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ മെഷർ ചെയ്യേണ്ടത്. അപ്പൊ എത്ര പാക്ഡ് എറിത്രോസൈറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു ട്യൂബ് സ്കെയിലിനടുത്ത് വെച്ചിട്ട് അതിന്റെ ആ ഒരു റീഡിങ് എടുക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു മെഷർമെന്റ് കിട്ടുന്നത്. The number is multiplied by 10 to express PCV as percentage. എന്നിട്ട് ആ കിട്ടിയ നമ്പർ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെന്താക്കുന്നു? പെർസെൻറ്റേജിലോട്ട് ആക്കുന്നു. Then
For Winthrop method, values are 0 to 9 mm per hour for males and 0 to 20 mm per hour for females. അപ്പോൾ ഇത്രയാണ് normal range വരുന്നത്. Then PCV is measured using the Winthrop method and expressed as a percentage. പെർസെൻറ്റേജിലാണ് വാല്യൂ ചെയ്യുക. അതുപോലെ തന്നെ Winthrop method യൂസ് ചെയ്തിട്ടാണ് ഈ PCVs മെഷർ ചെയ്യുന്നത്. Then ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? Used to diagnose dehydration. ഡീഹൈഡ്രേഷൻ ഉണ്ടായോ, പോളിസിത്തിമി ഉണ്ടോ, അതുപോലെ തന്നെ അനീമിയ ഉണ്ടോ എന്നുള്ളതൊക്കെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. പോളിസിത്തിമിയ റെഡ് ബ്ലഡ് സെൽസിന്റെ ഹൈ ലെവലിനെയാണ് നമ്മൾ പോളിസിത്തിമിയ എന്ന് പറയുന്നത്. അതൊക്കെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ലോ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബ്ലഡ് വോളിയം കുറയുമ്പോഴാണ് ഡീഹൈഡ്രേഷനും ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെ അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസിന്റെ കുറവ് ഉണ്ടാകുമ്പോൾ തന്നെയാണ് അനീമിയയും ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് ഈ വിൻട്രോപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഒരു ട്യൂബിലാണ് ഈ ഒരു സാമ്പിൾ എടുക്കുന്നത്. അതനുസരിച്ച് അതിൽ ആന്റികോയാഗുലൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ബബിൾസ് കയറാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാക്ഡ് എറിത്രോസൈറ്റ്സിനെ ഒരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുന്നു. ഇത്രയാണ് വിൻട്രോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ESR മെത്തേഡ് ഉണ്ട്. ESR മെത്തേഡ് മെയിൻ ആയിട്ടും അതിൽ വരുന്നത് വെസ്റ്റർഗ്രൻസ് മെത്തേഡ് ആണ്. ഓക്കെ, വെസ്റ്റർഗ്രൻസ് മെത്തേഡ് ആണ്. The Westergren method measures the distance in millimeters at which red blood cells in anticoagulated wall blood fall to the bottom of the standardized upright elongated tube over 1 hour due to the influence of gravity. The tube user for the test is called Westergren's tube. അപ്പം ഇവിടെ നമ്മൾ ഒരു ട്യൂബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ട്യൂബ് വെസ്റ്റർഗ്രൻസ് ട്യൂബ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിലോട്ട് നമ്മൾ ബ്ലഡ് സാമ്പിൾ കൊടുക്കുന്നു. എന്നിട്ട് അത് നമ്മൾ അപ്രൈറ്റ് ആയിട്ട് വെക്കുമ്പോൾ ബോട്ടം, അതായത് തിരിച്ചു വെക്കുമ്പോൾ ആ ഒരു ടോപ്പിൽ നിന്നും ബോട്ടത്തിലോട്ട് ഈ ഒരു ബ്ലഡ് സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് വഴി വരുന്നുണ്ട്. അപ്പം ആ ഒരു ടൈം അവർ എത്ര എടുക്കുന്നു അതനുസരിച്ചിട്ടാണ് ഈ ടെസ്റ്റിന്റെ മെഷർമെന്റ് വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഉണ്ടായിരിക്കുക. അപ്പം ഇതില് നമ്മൾ ബ്ലഡ് എടുത്തു. ബ്ലഡ് എടുത്തിട്ട് ഒരു ട്യൂബിൽ എടുത്ത് നേരെ തല തിരിച്ച് ഇതിലോട്ട് വെക്കുമ്പോൾ ഒരു അവർ ഇപ്പം ഫുൾ താഴോട്ട് ബോട്ടമിലോട്ട് വന്ന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു അവറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. അങ്ങനെയാണ് വെസ്റ്റർഗ്രൻസ് മെത്തേഡ് ചെയ്യുന്നത്. ഇതും എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതായത് റെഡ് ബ്ലഡ് സെൽസിന്റെ ആ ഒരു ESR എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇപ്പം ESR അതിന്റെ ഫുൾ ഫോം എന്താണ്, എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം മെയിൽസ് ഒരു 50 ഇയേഴ്സ് അതിനും കുറവാണ്, അതിനും പ്രായമാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 millimeter per hour ആണ് അതിന്റെ നോർമൽ റേഞ്ച് വരുന്നത്. ഇനി മെയിൽസിൽ തന്നെ 50 ഇയേഴ്സിനേക്കാളും മീതെയാണ് ഏജ് എങ്കിൽ അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 millimeter per hour ആണ് എന്ത് ചെയ്യുന്നത്, നോർമൽ റേഞ്ച് വരുന്നത്. ഫീമെയിൽസ് 50 ഇയേഴ്സിനും കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 mm per hour ആണ് വരേണ്ടത്. അപ്പോൾ ഫീമെയിൽസിന്റെ കേസിൽ ഇത്രയേ ഉള്ളൂ. 50ക്കും കുറവ് ഉള്ള സമയത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 mm per hour ആണ് വരേണ്ടത്. ഇത്രയാണ് നോർമൽ റേഞ്ച് കൊടുത്തിട്ടുള്ളത്. ഇനി എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്, ESR എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഫുൾ ഫോം എന്തായാലും ഓർമ്മിച്ച് വെക്കണം, അത് ചോദിക്കും. അപ്പം ഫുൾ ഫോം ഓർമ്മിച്ച് വെക്കുക. ഇറ്റ്സ് എ ബ്ലഡ് ടെസ്റ്റ് ദാറ്റ് ക്യാൻ ഷോ ഇഫ് യു ഹാവ് ഇൻഫ്ലാമേഷൻ ഇൻ യുവർ ബോഡി. അപ്പം ബോഡിയിൽ ഇൻഫ്ലാമേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. ഇൻഫ്ലാമേഷൻ ഈസ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റംസ് റെസ്പോൺസ് ടു ഇഞ്ചുറി. അപ്പൊ ഇഞ്ചുറി, ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇൻഫ്ലാമേഷൻസ് ബോഡിയിൽ ഉണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് അല്ലെങ്കിൽ ESR ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഇപ്പൊ ക്യാൻസർ ഉണ്ടോ, ബ്ലഡ് ഡിസോർഡേഴ്സ് ഉണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ESR ടെസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, എറിത്രോസൈറ്റ്സ് നമുക്ക് കോമൺലി അറിയാം, റെഡ് ബ്ലഡ് സെൽസിനെയാണ് എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ജസ്റ്റ് ഒരു കീ പോയിന്റ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ് റെഫറൻസിന് വേണ്ടിയിട്ട്.
അപ്പം ഈ എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ആയിട്ടും ബ്ലഡ് ക്യാൻസേഴ്സ്, ബ്ലഡ് ഡിസോർഡേഴ്സ്, ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ഇഞ്ചുറി ഇൻഫെക്ഷൻസ് വരുമ്പോൾ ബോഡിയിൽ ഇൻഫ്ലാമേഷൻസ് ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ റേഞ്ചും കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി എന്തൊക്കെ ടെസ്റ്റുകളാണ് കൊയാഗുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം കൊയാഗുലേഷൻ എന്നുള്ള വേർഡിന്റെ മീനിങ് ഇപ്പൊ നമുക്കറിയാം, നമുക്ക് മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കും, അതാണ് കൊയാഗുലേഷൻ. അപ്പം നമ്മൾ ചില ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് ആന്റി കൊയാഗുലൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആന്റി കൊയാഗുലൻസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഹെപ്പാരിൻ പോലുള്ളതെല്ലാം ആന്റി കൊയാഗുലൻസ് ആണ്. ദെൻ ഇപ്പം എന്തൊക്കെ ടെസ്റ്റുകൾ കൊയാഗുലേഷന്, ഇപ്പൊ കൊയാഗുലേഷൻ ക്ലോട്ടിങ് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൊയാഗുലേഷൻ നേരം പോലെയാണോ നടക്കുന്നത്, അതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. അതിൽ വരുന്ന ഒന്നാണ് ബ്ലീഡിംഗ് ടൈം മെത്തേഡ്സ്. എന്താണെന്ന് നോക്കാം. ബ്ലീഡിംഗ് ടൈം ഈസ് എ മെഡിക്കൽ ടെസ്റ്റ് ഡൺ ഓൺ someone to assess their platelets function. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, മെയിൻ ആയിട്ടും നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? പ്ലേറ്റ്ലെറ്റ്സ് ആണ് അല്ലേ? അപ്പൊ പ്ലേറ്റ്ലെറ്റ്സിന്റെ നമ്പർ ആണ് മെയിൻ ആയിട്ടും ഇവിടെ മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് മേക്കിംഗ് എ പേഷ്യന്റ് ബ്ലീഡ്, ദെൻ ടൈമിംഗ് ഹൗ ലോങ് ഇറ്റ് ടേക്സ് ഫോർ ദം ടു സ്റ്റോപ്പ് ബ്ലീഡിംഗ് യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഓർ അതർ സ്യൂട്ടബിൾ ഡിവൈസസ്. ഇപ്പൊ മെയിൻ ആയിട്ടും ഇപ്പൊ ഇതൊക്കെയും ലോ കോസ്റ്റ് ടെസ്റ്റുകളാണ്. അതായത് ഒരു വോണ്ട് ഉണ്ടാക്കും, എന്നിട്ട് ആ ഒരു വോണ്ട് അല്ലെങ്കിൽ ആ ഒരു വോണ്ടിൽ നിന്നും ബ്ലീഡിങ് എപ്പോഴാണ് നിൽക്കുന്നത് അത് നമ്മൾ കണക്ക് കൂട്ടാണ് ചെയ്യുന്നത്. അതായത് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റോപ്പ് വാച്ച് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ഡിവൈസസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ലോ കോസ്റ്റ് ടെസ്റ്റ് ആണ്. ഓക്കെ, എവിടെ ഇരുന്നിട്ടായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. The term template bleeding time is used when the test is performed to standardized parameters. Okay, then normal result വരുന്നത് bleeding normally stops within 1 to 9 minutes. അപ്പൊ 1 to 9 minutes ആകുമ്പോഴേക്കും ഒരു ഹെൽത്തി പേഴ്സന്റെ ആ ഒരു ബ്ലീഡിങ് നിന്നിട്ടുണ്ടാകും. ഇപ്പൊ വോണ്ട് എന്ന് പറയുമ്പോൾ ചെറിയൊരു വോണ്ടാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വലിയൊരു വോണ്ടല്ല. ചെറിയൊരു വോണ്ട് ഉണ്ടാക്കി അതിലെ ബ്ലീഡിങ് എപ്പോ നിൽക്കുന്നു അത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ബ്ലീഡിങ് ടൈം കിട്ടുന്നതാണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഹെൽത്തി ആണോ, പ്ലേറ്റ്ലെറ്റ്സ് നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്ലോട്ടിംഗ് ടൈം മെത്തേഡ്സ്. ഇനി അടുത്തൊരു മെത്തേഡാണ് ക്ലോട്ടിംഗ് ടൈം. ഫോർ ദ മെഷർമെന്റ് ഓഫ് ക്ലോട്ടിംഗ് ടൈം ബൈ ദ ടെസ്റ്റ് ട്യൂബ് മെത്തേഡ്, the blood is placed in a glass test tube and kept at 37 degrees Celsius. ഇവിടെ നമ്മൾ ടെസ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്ലഡ് അതിൽ പ്ലേസ് ചെയ്തു, അതെങ്ങനെ 37 ഡിഗ്രി സെൽഷ്യസിൽ അത് കെപ്റ്റ് ചെയ്യാം, എടുത്തു വെക്കാണ്. ദ റിക്വയർഡ് ടൈം ഫോർ ദ ബ്ലഡ് ടു ക്ലോട്ട് ഈസ് മെഷർഡ്. 37 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചോണ്ടാണ് ഈ ബ്ലഡ് കട്ട പിടിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. There are several other methods including testing for dose on blood thinners such as heparin or warfarin. ഈ ഹെപ്പാരിൻ വാർഫാരിൻ എന്ന് പറയുന്നതൊക്കെ ആന്റി കൊയാഗുലൻസ് ആണ്. ഇത് ആഡ് ചെയ്തിട്ടും നമ്മൾ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയും നോക്കുന്നുണ്ട്. അപ്പം അതും വേറെ ഇതുപോലെ തന്നെയുള്ള ക്ലോട്ടിംഗ് ടൈം മെത്തേഡ്സ് ആണ്. Then when performing a clotting time test, a normal blood clotting time results is between 8 to 12 minutes. അപ്പൊ ഇത്രയാണ് നോർമൽ റേഞ്ച് വരുന്നത്. If the time is prolonged, it may be a manifestation of a clotting disorder. അപ്പം ക്ലോട്ടിങ് 12 മിനിറ്റ്സ് കഴിഞ്ഞിട്ടും ആ ക്ലോട്ടിങ് വന്നിട്ടില്ലെങ്കിൽ, ക്ലോട്ടിങ് ആയിട്ടില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ക്ലോട്ടിങ് ഡിസോർഡേഴ്സ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ്, it may be the presence of factors that inhibit clotting or decrease factors. അതായത് ഇപ്പം ആ ക്ലോട്ടിംഗ് ടൈമിൽ കുറവാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പെട്ടെന്നത് ക്ലോട്ട് ആവാനുണ്ടായ കാരണം. അപ്പൊ അതും ഇതുപോലെ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യുന്നത് ക്ലോട്ടിംഗ് ടൈം മെത്തേഡ്സ് ആണ്. ദെൻ നെക്സ്റ്റ് ഒരു മെത്തേഡ് പറയുന്നത് ഓട്ടോമേഷൻ. അതായത് ഇപ്പം ഓട്ടോമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമേറ്റഡ് ഹീമറ്റോളജി അനലൈസേഴ്സ് can rapidly analyze whole blood specimens for the complete blood count.
അപ്പം CBC അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഓട്ടോമേറ്റഡ് ഹീമറ്റോളജി അനലൈസേഴ്സ്. ഓക്കെ, അപ്പൊ CBCയുടെ ഫുൾ ഫോം കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കാം. ദെൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമേറ്റഡ് ഹീമറ്റോളജി അനലൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. റിസൾട്ട്സ് ഇൻക്ലൂഡ് റെഡ് ബ്ലഡ് സെൽ കൗണ്ട്, വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ, ഹീമറ്റോക്രിറ്റ്, RBC ഇൻഡിസസ്, ലൂക്കോസൈറ്റ് ഡിഫറൻഷ്യൽസ്. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് ഓട്ടോമേറ്റഡ് ഹീമറ്റോളജി അനലൈസർ എന്ന് പറയുന്നത്. അപ്പൊ CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അവിടെ നടക്കുന്നുണ്ട്. ആ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിന് വേണ്ടി ചെയ്യുന്ന ഒന്നാണ് ഓട്ടോമേറ്റഡ് ഹീമറ്റോളജി അനലൈസേഴ്സിന്റെ യൂസിങ്. അതിനാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നത്. ദെൻ ഇതിൽ തന്നെ വരുന്ന ഒന്നാണ് ഹിമറ്റോളജി അനലൈസേഴ്സ്. അപ്പൊ എന്താണ് ഹിമറ്റോളജി അനലൈസർ എന്ന് നോക്കാം. അപ്പം ഹിമറ്റോളജി എന്ന ആ ഒരു ബ്രാഞ്ചിന്റെ പേര് തന്നെയാണ് ആ അനലൈസർ ഇട്ടിരിക്കുന്നത്. അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ടോട്ടൽ ബ്ലഡ് സെൽ കൗണ്ട് അവിടെ ചെയ്യുന്നുണ്ട്. Are highly specialized machines used to count the number of different types of red, white blood cells, blood platelets, hemoglobin, hematocrit levels in a blood sample. അപ്പം RBC മാത്രമല്ല WBC, പ്ലേറ്റ്ലെറ്റ്സ്, ഹീമോഗ്ലോബിൻ, ഹിമാറ്റോക്രിറ്റ് എല്ലാം ഈ ഒരു അനലൈസർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നുണ്ട്. Specific results of blood tests can define many hematologic disorders. ഒറ്റ ടെസ്റ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ടോ ഇല്ലേ അതിനൊക്കെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇതാണ് ഒരു ഹീമറ്റോളജിക് അനലൈസറിന്റെ ഒരു പിക്ക് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ നേക്കഡായി വെച്ചിട്ടൊന്നല്ല ഇത് ചെയ്യുന്നത്, ഒരു അനലൈസർ അല്ലെങ്കിൽ ഒരു മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നതാണ്. സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും ഈ ഒരു ടെസ്റ്റ്, എല്ലാ ലാബിലും സെയിം തന്നെയായിരിക്കും അതിന്റെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ ഹീമോഗ്രാം ടെസ്റ്റ്. ഹീമോഗ്രാം ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് HMF എന്നും ഷോർട്ട് ഫോം ഇടാറുണ്ട്. ദെൻ ഇപ്പൊ നമ്മൾ ഹീമറ്റോളജി അനലൈസർ പറഞ്ഞ പോലെ തന്നെ ഒരു ഓട്ടോമേഷൻ ആണ്. അതായത് CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ് ഇവിടെ ചെയ്യുന്നത്. എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്. അപ്പം ഹിമറ്റോളജി അനലൈസറിന് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റും കൂടി ഇവിടെ നോക്കുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ട്യൂബില് ബ്ലഡ് എടുത്ത് തലതിരിച്ച് വെച്ചിട്ട് എത്ര മണിക്കൂർ എടുക്കുന്നു ആ ഒരു ഫുൾ ബ്ലഡ് താഴോട്ട് സെഡിമെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫുൾ എറിത്രോസൈറ്റ് അല്ലെങ്കിൽ RBCs താഴോട്ട് സെഡിമെന്റ് ആകാൻ എത്ര ടൈം എടുക്കുന്നു, അതാണ് ESR ടെസ്റ്റ്. ആ ഒരു മെഷർമെന്റ് ആണ് നമ്മൾ അതിൽ നോക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ കംപ്ലീറ്റ് ബ്ലഡ് സെൽ കൗണ്ടും അതുപോലെ തന്നെ ഈ ഒരു ESR റേറ്റും കൂടി ഒരുമിച്ച് നടത്തുന്നതാണ് ഹീമോഗ്രാം ടെസ്റ്റ് എന്ന് പറയുന്നത്. The test measures the body's overall health and helps to detect a wide range of illness such as leukemia, infections and anemia. അപ്പം ഇതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസർ, ഇൻഫെക്ഷൻസ്, അനീമിയ ഇതൊക്കെ നോക്കാൻ വേണ്ടി തന്നെയാണ് ഹീമോഗ്രാം ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ കുറെ നേരമായിട്ട് പറയുന്നതാണ് എന്താണ് CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്നൊരു ഓവർവ്യൂ നോക്കാം. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഈ ഒരു പിക്ചറിൽ നോക്കി എന്തൊക്കെ അവിടെ മെഷർ ചെയ്തിട്ടുണ്ട്. WBC, RBC, ഹീമോഗ്ലോബിൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മെഷർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ അടിയിൽ കൊടുത്തിട്ടുള്ളതെല്ലാം എന്താണ്? ന്യൂട്രോഫില്, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ഇസിനോഫില്, ബേസോഫില്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഒക്കെയാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ ബ്ലഡില് ഉള്ള കമ്പണൻസ് തന്നെയാണ്. അപ്പൊ ബ്ലഡിലുള്ള എല്ലാ കമ്പണൻസിനെയും ഒരുമിച്ച് മെഷർ ചെയ്യുന്ന ടെസ്റ്റിനെ പറയുന്ന പേരാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. ഓക്കെ, CBC. ദെൻ CBCയുടെ പ്രിൻസിപ്പിൾ ആണ്, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നാണ് അതിന്റെ ഫുൾ ഫോം, അത് പഠിച്ചു വെക്കണം. CBC will measure the white blood cell count and the count of each white blood cell type. അതായത് ഇപ്പം യൂഷ്വലി വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് എന്ന് പറയുമ്പോൾ മൊത്തത്തിലാണ് ആ ഒരു മെഷർമെന്റ് വരിക. അല്ലാതെ വൈറ്റ് ബ്ലഡ് സെല്ലിൽ തന്നെയുള്ള ഈസിനോഫിലെ, ബേസോഫിലെ, ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ് ഇതിനൊന്നും വേർതിരിച്ച് ഉള്ള മെഷർമെന്റ് ഒന്നും ആ ഒരു ടെസ്റ്റുകളിൽ വരാറില്ല. പക്ഷെ CBCയിലെ എന്ത് വരുന്നുണ്ട്? ഫുൾ വേർതിരിച്ചുള്ള ഡിഫറൻഷ്യൽസിന്റെയും ടെസ്റ്റുകൾ വരുന്നുണ്ട്, അതിന്റെയും മെഷർമെന്റ്സ് കിട്ടുന്നുണ്ട്.
Then white blood cells are a part of immune system and fight off infections. അപ്പം white blood cellsന്റെ കമ്പണൻസിന്റെ ആ ഒരു മെഷർമെന്റ് എടുക്കേണ്ട ആവശ്യം എന്താണ്? മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. മെയിൻ ആയിട്ട് ലിംഫോസൈറ്റ്സ് ആണ്. അതിന്റെയൊക്കെയും ഇമ്പോർട്ടൻസ് അത്രയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് വൈറ്റ് ബ്ലഡ് സെൽസിലെ എടുത്തെടുത്ത ഓരോ കമ്പണൻസിന്റെയും മെഷർമെന്റ് ചെയ്യുന്നത്. Then the body produces these cells in the bone marrow. It stores 80 to 90% of them in the bone marrow until the immune system needs them. അതായത് ഇപ്പൊ ഈ സെൽസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോൺ മാരോയിൽ തന്നെയാണ്. 80 to 90% ബോൺ മാരോയിൽ തന്നെയാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എപ്പോഴാണോ അത് ആവശ്യം വരുന്നത്, അത് ആവശ്യം വരുന്നത് വരെ 80 to 90% സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഈ ഒരു ബോൺ മാരോയിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് CBC എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇപ്പൊ നമുക്ക് ഫുൾ ഒരു ഓവർവ്യൂ പോവാം. ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്തിനെ പറ്റിയിട്ടായിരുന്നു? ഏറ്റവും ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ് ഈ ഒരു ഹീമറ്റോളജി, ആ ഒരു ബ്രാഞ്ച് എന്തിനെ പറ്റിയിട്ടുള്ളതാണ്, അതിനെയാണ് ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ഡെഫിനിഷൻ? മെയിൻ ആയിട്ടും ഈ ഹീമോ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ അതന്നെയാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഇൻവോൾവിംഗ് സ്റ്റഡി ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദ ബ്ലഡ് ഈസ് കോൾഡ് ഹീമറ്റോളജി. ദെൻ ഹീമോഗ്ലോബിൻ, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞതാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBCs കാണുന്ന ഒന്നാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ആണ് അതിനെ റെഡ് കളർ കൊടുക്കുന്നത്, ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൊടുക്കുന്നത്. ദെൻ ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഒന്നും കൂടി കോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ദെൻ ഹീമോസൈറ്റോമെട്രി കൗണ്ടിങ് ചാമ്പർ എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൗണ്ടിങ് ചാമ്പർ ആണ് ന്യൂബോർ കൗണ്ടിങ് ചാമ്പർ എന്ന് പറഞ്ഞു. ഇതെല്ലാം ബ്ലഡ് സെൽ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ബ്ലഡ് സെൽസ് ആണ് ഇവിടെ കൗണ്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണത്? റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും. ദെൻ നമ്മൾ പറഞ്ഞു RBC കൗണ്ട്. RBC കൗണ്ട് ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് പറഞ്ഞു. ഏതാണത്? ഹൈമിസ് ആണ്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്? യൂഷ്വലി അനീമിയ ഉണ്ടോ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെയും കണ്ടുപിടിക്കാൻ, എഫക്റ്റിംഗ് റെഡ് ബ്ലഡ് സെൽസ്, അതിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് RBC കൗണ്ട് ചെയ്യുന്നത്. ദെൻ അതിൽ വരുന്ന നോർമൽ റേഞ്ച് പറഞ്ഞു. 4.35 to 5.65 മില്യൺ റെഡ് ബ്ലഡ് സെൽസ് ആണ് ആർക്ക് വേണ്ടത്? മെന്ന് വേണ്ടത്. അതായത് ആ ഒരു ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു നോർമൽ റേഞ്ച്. ഇനി വിമനിലെ നോർമൽ റേഞ്ച് വരുന്നത് 3.92 to 5 to 13 മില്യൺ റെഡ് ബ്ലഡ് സെൽസ് ആണ് വിമൻസിന് വേണ്ടത്. അപ്പൊ ആ ഒരു നോർമൽ റേഞ്ച് ആണ് വിമൻസിന് വരുന്നത്. അപ്പൊ ഇത്രയാണ് RBCയുടെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ RBC കൗണ്ട് എന്ന് പറയുന്നത് FBC, ഫുൾ ബ്ലഡ് ടെസ്റ്റിന്റെ ഫുൾ ബ്ലഡ് കൗണ്ട്, അതിൽ വരുന്ന ഒന്നായിട്ടാണ് RBC കൗണ്ട് പറയുന്നത്. ഈ CBCയിലും വരുന്ന ഒന്ന് തന്നെയാണ് ഈ RBC കൗണ്ട്. ഇനി WBC കൗണ്ട്, അതിൽ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് ആയിട്ട് വരുന്നത് ക്രിസ്റ്റൽ വയലറ്റ് അസറ്റിക് ആസിഡ്, ജെൻഷൻ വയലറ്റ് അസറ്റിക് ആസിഡ്, ടുളുഡിൻ ബ്ലൂ ആൻഡ് സാപ്പൺ. ഇത്രയൊക്കെയാണ് WBC കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്സ്. ദെൻ നോർമൽ റേഞ്ച് നമ്മൾ പറഞ്ഞു 4,000 to 11,000 ആണ് ആ ഒരു റേഞ്ച് വരുന്നത്. ലാബ് സെക്സ് ഏജ് അതനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രഗ്നന്റ് പീപ്പിളിലും ആ ഒരു റേഞ്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫ്ലാമേഷൻസ് ഉണ്ടോ, ലുക്കീമിയ ഉണ്ടോ, ലിംഫോമി ഉണ്ടോ, അതുപോലെ തന്നെ ബോൺ മാരോ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടും ഇമ്മ്യൂണിറ്റി പ്രോപ്പർ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് WBC കൗണ്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞത് പ്ലേറ്റ്ലെറ്റ് കൗണ്ടിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പൊ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് 1% അമോണിയം ഓക്സാലൈറ്റ് ആണ്. ഓക്കെ, ദെൻ ഇതിന്റെ കൗണ്ടിങ് ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുമ്പോൾ അത് 1,50,000 to 4,50,000 ആണ്. അപ്പൊ ഇത് ഈ ഒരു 4,50,000 കൂടുതലാണെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ ത്രോംബോസൈറ്റോസിസ് എന്നാണ് പറയുന്നത്. ദെൻ 1,50,000 കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ത്രോംബോസൈറ്റോപീനിയ എന്നാണ് ആ ഒരു കണ്ടീഷന് പറയുന്ന പേര്. ദെൻ ഇത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്?
അപ്പൊ കുറവായിട്ടുണ്ടെങ്കിൽ ക്യാൻസർ, ഇൻഫെക്ഷൻസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലഡ് ക്ലോട്ട്, അതായത് സ്ട്രോക്ക് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ദെൻ അബ്സല്യൂട്ട് ഇസിനോഫിൽ കൗണ്ടിങ്, അതായത് ഇസിനോഫിൽസ് ഇപ്പൊ മെയിൻ ആയിട്ടും WBCയിൽ വരുന്ന ഒരു കമ്പണന്റ് തന്നെയാണ് ഇസിനോഫിൽ. അപ്പൊ ഈ ഇസിനോഫിലിനെ കൗണ്ട് ചെയ്യുന്നതും ഒരു ടെസ്റ്റ് ആണ്. അപ്പൊ അതാണ് അബ്സല്യൂട്ട് ഇസിനോഫിൽ കൗണ്ടിങ്. അപ്പൊ ഇത് ചെയ്യുന്നത് അലർജി ഉണ്ടോ, ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇസിനോഫിൽസ് ചെയ്യുന്നത്, ഇസിനോഫിൽസിന്റെ കൗണ്ടിങ് ചെയ്യുന്നത്. അതായത് അലർജി ഇൻഫെക്ഷൻസും വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുക ഇസിനോഫിൽസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവരെന്നെ ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ മെഷർ ചെയ്തിട്ട് അലർജി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്നത്. ദെൻ ഇതിന്റെ നോർമൽ റേഞ്ച് പറഞ്ഞു 30 to 350 cells per microliter of blood. അതുപോലെ തന്നെ ഇതിന്റെ ഡൈലൂട്ടിങ് ഫാക്ടേഴ്സ് പറഞ്ഞു, അസറ്റിക് ആസിഡ്, വാട്ടർ, യൂസിൻ വൈ, റെഡ് ഡൈ, ഇതിന്റെ ഒക്കെ ഒരു മിക്സ്ചർ ആയിട്ടാണ് ഡൈലൂട്ടിങ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത്. ദെൻ റെട്ടിക്കുലോസൈറ്റ് കൗണ്ട്. റെട്ടിക്കുലോസൈറ്റ് കൗണ്ട് ഇപ്പോൾ ഇത്രയും പറഞ്ഞ ബ്ലഡ് സെൽ കൗണ്ടിങ്ങിനും വ്യത്യാസമുണ്ട്. അതായത് റെട്ടിക്കുലോസൈറ്റ് കൗണ്ട് ചെയ്യുന്നത് ബോൺ മാരോയില് ഇമ്മച്ചർ റെഡ് ബ്ലഡ് സെൽസ് എത്ര എണ്ണം ഉണ്ട് അതറിയാൻ വേണ്ടിയിട്ടാണ് റെട്ടിക്കുലോസൈറ്റ് കൗണ്ട് ചെയ്യുന്നത്. ഇപ്പം അത് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി റെഡ് ബ്ലഡ് സെൽ അത് ഇനഫ് ആയിട്ടുണ്ടോ, ഇനിയും മെച്ചുവേർഡ് ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് വരാനുള്ള സാധ്യതയുണ്ടോ, ഇതെല്ലാം അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാനാണ് റെട്ടിക്കുലോസൈറ്റ് കൗണ്ടിങ് ചെയ്യുന്നത്. ദെൻ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മുടെ ബ്ലഡിൽ RBCസിലാണ് ഈ ഹീമോഗ്ലോബിൻസ് കാണുന്നത്, അതാണ് അതിന്റെ റെഡ് കളർ കൊടുക്കുന്നത്. ദെൻ ഇത് എത്രയുണ്ട്, നോർമൽ റേഞ്ച് 12 grams per deciliter to 17.4 grams per deciliter ഓഫ് ബ്ലഡ് ആണ് അഡൾട്ടിന്റെ കേസിൽ. അപ്പം ഏജ് ആകുന്നതനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുപോലെ ലൈഫ് സ്റ്റൈല്, ആൾട്ടിറ്റ്യൂഡ് വ്യത്യാസത്തില്, അതുപോലെ റേസ്, സെക്സ്, ഇതിന്റെയൊക്കെ വ്യത്യാസത്തില് ഈ ഒരു ഹീമോഗ്ലോബിന്റെ അളവിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ദെൻ അപ്പം ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് സയൻ മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ്. ഇപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, അതായത് പൊട്ടാസ്യം സയനൈഡും ഫെറി സയനൈഡും ഒരു ട്യൂബിൽ എടുത്തിട്ടുള്ള ഈ ബ്ലഡിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഹീമോഗ്ലോബിൻ എന്തായിട്ട് മാറും, സയൻ മെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് കളറിമീറ്ററിൽ ഒരു 450 നാനോമീറ്റർ വെച്ചിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്തെടുക്കുന്നത്, ഇതിന്റെ അബ്സോർബൻസ് മെഷർ ചെയ്തെടുക്കുന്നത്. ദെൻ ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഹീമോഗ്ലോബിന്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ദെൻ PCV മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മെയിൻ ആയിട്ട് വിൻട്രോബ് മെത്തേഡ് ആണ് വരുന്നത്. പാക്ഡ് സെൽ വോളിയം എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അപ്പൊ ഇത് ചെയ്യുന്നത് പോളിസിത്തീമിയ അല്ലെങ്കിൽ അനീമിയ ഒക്കെ ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ അനീമിയ, അതുപോലെ പോളിസിത്തീമിയ എന്ന് പറയുന്നതൊക്കെയും എന്താണ്, പോളിസിത്തീമിയ റെഡ് ബ്ലഡ് സെൽസ് കൂടുതലുള്ള ആ ഒരു കണ്ടീഷനാണ് പോളിസിത്തീമിയ. അനീമിയ റെഡ് ബ്ലഡ് സെൽസ് കുറവുള്ള ആ ഒരു കണ്ടീഷനാണ്. ദെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്താണ് മെയിൻ ആയിട്ടും ഈ പാക്ഡ് സെൽ വോളിയം ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ വിൻട്രോബ് മെത്തേഡ് എന്താന്ന് നോക്കാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ 10 സെന്റിമീറ്റർ മാർക്ക് വരെ നമ്മുടെ ഈ ബ്ലഡ് ആന്റികോയാഗുലൻസ് ആഡ് ചെയ്തിട്ട് അതിലോട്ട് ടെസ്റ്റ് ട്യൂബിലോട്ട് ഒഴിക്കും. അതുപോലെ തന്നെ ബബിൾസ് ഒന്നും കയറാതെ നമ്മൾ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്കെയിൽ വെച്ച് നമ്മൾ അത് റീഡ് ചെയ്തെടുക്കുമ്പോൾ എത്ര പാക്ഡ് എറിത്രോസൈറ്റ്സ് ഉണ്ട് നമുക്ക് കിട്ടും. അത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പെർസെന്റേജിൽ ആ ഒരു വാല്യൂ കിട്ടും. അപ്പൊ പോളിസിത്തീമിയ, അനീമിയ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷനും മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞു ESR മെത്തേഡിനെ പറ്റിയിട്ട്, വെസ്റ്റർഗ്രൻസ് മെത്തേഡ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ വെസ്റ്റർഗ്രൻസ് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ട്യൂബിന് വെസ്റ്റർഗ്രൻസ് ട്യൂബ് എന്നും തന്നെയാണ് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ് ബ്ലഡ് സെൽസും ആന്റികോയാഗുലൻസ് ആഡ് ചെയ്തിട്ട് എടുക്കുന്നു. എടുത്ത് തിരിച്ചു വെക്കും. എന്നിട്ട് എത്ര അവർ എടുക്കും ഈ ബ്ലഡ് സെൽസ് എല്ലാം സെഡിമെന്റ് ചെയ്യാൻ, ആ ഒരു അവർ ആണ് ഇതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നോർമൽ വാല്യൂ വരുന്നത് മെയിൽസ് ഒരു 50 ഇയേഴ്സിന് താഴെയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 mm per hour. ഇപ്പൊ 20 ഒരു 50 ഇയേഴ്സിന് മുകളിലാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 mm per hour. അത്രയും തന്നെയാണ് ഒരു ഫീമെയിൽസിലെ 50 ഇയേഴ്സിനും താഴെ വരുന്ന ആൾക്കാരിൽ ഈ ലെസ് ദാൻ ഈക്വൽ ടു 20 mm per hour തന്നെയാണ് നോർമൽ റേഞ്ച് വരുന്നത്. ദെൻ ഇപ്പം ESRന്റെ ഫുൾ ഫോം ആണ് എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ടും ചെയ്യുന്നത് ഇൻഫ്ലാമേഷൻസ്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നറിയാൻ, ക്യാൻസർ, ബ്ലഡ് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നറിയാനൊക്കെ, അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ടും ചെയ്യുന്നത്. ദെൻ
നമ്മൾ കൊയാഗുലേഷന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ, അതായത് ബ്ലഡ് ക്ലോട്ടിങ് പ്രോപ്പർ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്, അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കൊയാഗുലേഷൻ ടെസ്റ്റുകൾ. അപ്പൊ ഒന്ന് വരുന്നത് ബ്ലീഡിംഗ് ടൈം മെത്തേഡ്. നമ്മൾ പറഞ്ഞു, ഒരു പേഷ്യന്റിന്റെ ബോഡിയിൽ വൂണ്ട് ഉണ്ടാക്കും, അത് എത്ര മിനിറ്റ് എടുത്തിട്ടാണ് ആ ഒരു വൂണ്ട് ക്ലോട്ട് ആകുന്നത്, അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ഈ ബ്ലീഡിംഗ് ടൈം മെത്തേഡ് ചെയ്യുന്നത്. പ്രോപ്പർലി 1 to 9 minutes ആണ് അതിന്റെ ആ ഒരു നോർമൽ റേഞ്ച് വരുന്നത്. അപ്പം ഇതിൽ കൂടുന്നതനുസരിച്ച് കുറവാകുന്നതനുസരിച്ചും ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. ദെൻ ക്ലോട്ടിംഗ് ടൈം മെത്തേഡ്, ഇത് ട്യൂബ്, ഒരു ടെസ്റ്റ് ട്യൂബ് വെച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതിൽ ബ്ലഡ് എടുത്ത് ഒരു 37°C ഇത് കട്ട് ചെയ്യും, എന്നിട്ട് എത്ര അവർ എടുക്കുന്നു ഇത് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഇപ്പം മെയിൻലി ഹെപ്പാരിനും വാർഫാരിനും ഒക്കെ യൂസ് ചെയ്തിട്ടും ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് 8 to 12 minutes ആണ് അതിന്റെ ഒരു നോർമൽ റേഞ്ച് വരുന്നത്. ഇത് ചെയ്യുന്നത് ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഓട്ടോമേഷൻ, ഈ പറഞ്ഞുള്ള ടെസ്റ്റുകളെല്ലാം കൂടി ഒരുമിച്ച് ആക്കുന്നതാണ് ഓട്ടോമേഷൻ. അപ്പൊ ഓട്ടോമേറ്റഡ് ഹീമറ്റോളജി അനലൈസേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ് ഇവിടെ ചെയ്യുന്നത്, CBC. ഓക്കെ, അപ്പൊ അതായത് RBC കൗണ്ട്, WBC കൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ, ഹീമാറ്റോക്രിറ്റ്, RBC ഇൻഡീസസ്, ല്യൂക്കോസൈറ്റ് ഡിഫറൻഷ്യസ്. അതായത് ല്യൂക്കോസൈറ്റ് WBCക്ക് പറയുന്ന വേറൊരു പേരാണ്. WBC ഇപ്പൊ ഞാൻ പറഞ്ഞ ബേസോഫില്, ഇസിനോഫില്, ന്യൂട്രോഫില്, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. അപ്പൊ ഇത്രയും സംഭവങ്ങളെ വെവ്വേറെ ആയിട്ട് മെഷർ ചെയ്യുന്ന അതിനെയാണ് ല്യൂക്കോസൈറ്റ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അതും ഈ ഒരു ഓട്ടോമേഷനിൽ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടും ഹെമറ്റോളജി അനലൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരുപാട് ടെസ്റ്റ് ഒരുമിച്ച് ചെയ്യുന്ന ഒന്നാണെന്ന് പറഞ്ഞു. ഇതാണ് ആ ഒരു മെഷീൻ. ദെൻ ഹീമോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, HMF എന്ന് നമ്മൾ ഷോർട്ട് ആക്കി പറയും. ഇതിൽ CBC ESR ഒരുമിച്ചാണ് ചെയ്യുന്നത്. ദെൻ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇതൊരു യൂസ് ചെയ്യുന്നത് ഈ ലുക്കീമിയ, ഇൻഫെക്ഷൻസ്, അനീമിയ ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാനാണ്. ദെൻ CBCനെ പറ്റിയിട്ട് പറഞ്ഞു, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്. ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകൾ ഒരുമിച്ച് ചെയ്യുന്നതാണ്. മെയിൻ ആയിട്ടും WBC, അത് ല്യൂക്കോസൈറ്റ് ഡിഫറൻഷ്യൽസ്, അതായത് WBCയുടെ ഡിഫറൻഷ്യൽസ് 5 കമ്പണൻസും വേർതിരിച്ച് തന്നെ ഇവിടെ മെഷർ ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? WBC ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് തന്നെ വീക്ക് ആയി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ മറ്റുള്ള ഓർഗാൻസ് പോലെ തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ നല്ല കാര്യമായിട്ട് നോക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു 5 കമ്പണൻസും മെഷർ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഈ CBCയിലെ WBCയുടെ എല്ലാ ഡിഫറൻഷ്യൽസും മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ഹീമറ്റോളജി ഭാഗത്ത് വരുന്നത്. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ദെൻ ഇതിന്റെ ഫുൾ ഫോമുകൾ, ഏതെങ്കിലും ഭാഗത്ത് വരുന്ന അബ്രീവിയേഷൻസിന്റെ ഫുൾ ഫോമുകൾ, അതുപോലെ ഏതൊക്കെ ടെസ്റ്റ് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്, അതായത് അതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഡിസീസിനാണ്, ഡിസീസിന്റെ ഡയഗ്നോസിസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, നോർമൽ റേഞ്ച് വരുന്നത് എത്രയാണ്, ഡയലൂട്ടിങ് ഫ്ലൂയിഡ്സ് ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഭാഗത്ത് പഠിച്ചു വെക്കേണ്ടത്. പിന്നെ ചില കാര്യങ്ങൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളതുണ്ട്, അതായത് റെട്ടിക്കുലോസൈറ്റ് കൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അത് നമുക്ക് പേരിൽ നിന്ന് കിട്ടില്ല ആ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന്. അങ്ങനെയുള്ളതൊക്കെ കുറച്ചും കൂടി കാര്യമായിട്ട് നോക്കുക. അതുപോലെ സയാൻ മെത്തി ഹീമോഗ്ലോബിൻ മെത്തേഡ്, അതുപോലെ തന്നെ വിൻട്രോബ്സ് മെത്തേഡും വെസ്റ്റർഗ്രൻസ് മെത്തേഡും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. വിൻട്രോബ്സ് മെത്തേഡ് ചെയ്യുന്നത് PCV, പാക്ഡ് സെൽ വോളിയം കിട്ടാനും, വെസ്റ്റർഗ്രൻസ് മെത്തേഡ് ചെയ്യുന്നത് എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബ്ലീഡിംഗ് ടൈം മെത്തേഡും ക്ലോട്ടിംഗ് ടൈം മെത്തേഡും സംഭവം ഒന്ന് തന്നെയാണ്. ക്ലോട്ടിംഗ് ടൈം എത്രയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് ചെയ്യുന്നത് 2 വ്യത്യസ്ത മെത്തേഡുകളായിട്ടാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഓട്ടോമേഷൻ, അതായത് ഹിമറ്റോളജി അനലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഫുൾ ബ്ലഡ് ടെസ്റ്റ് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി ബ്ലീഡിംഗ് ടൈം മെത്തേഡിന് തന്നെ ഡൂക്സ് മെത്തേഡ് എന്നും പറയാറുണ്ട്. അതുപോലെ ക്ലോട്ടിംഗ് ടൈം മെത്തേഡിനെ മെയിൻ ആയിട്ടും കാപ്പിലറി ട്യൂബ് മെത്തേഡ് എന്നും പറയാറുണ്ട്. ഇപ്പൊ ക്ലോട്ടിംഗ് ടൈം എങ്ങനെയാണ് ചെയ്യുന്നത്? ബ്ലഡ് ട്യൂബിൽ എടുത്ത് 37°C വെക്കുന്നതാണ്. അപ്പൊ അതിനെ കാപ്പിലറി ട്യൂബ് മെത്തേഡ് എന്നും, അതുപോലെ തന്നെ ബ്ലീഡിംഗ് ടൈം മെത്തേഡിനെ ഡൂക്സ് മെത്തേഡ് എന്നും പറയാറുണ്ട്. അപ്പൊ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.